തിരുവനന്തപുരം ശംഖുമുഖം വലിയതുറ ഭാഗങ്ങളിൽ ശക്തമായ വേലിയേറ്റം. പ്രദേശത്തെ വീടുകളും മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വള്ളങ്ങളും വലകളും വെള്ളത്തിനടിയിലായി. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ 1.5 മീറ്റർ മുതൽ 2.5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്നും ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. ഉമേഷ്, നിലവിലെ സാഹചര്യം എന്താണ്? വലിയ രീതിയിൽ തിരകൾ അടിച്ചു കയറുന്നുണ്ടോ കരയിലേക്ക്? ഉച്ചയ്ക്ക് ശേഷമാണ് ശംഖുമുഖം ഭാഗങ്ങളിൽ ശക്തമായ വേലിയേറ്റം അനുഭവപ്പെടുന്നത്. ഇപ്പോഴും വെള്ളം പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല. പ്രദേശത്തെ വീടുകൾ ഭൂരിഭാഗവും ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന തീരത്ത് സൂക്ഷിച്ചിരുന്ന വള്ളങ്ങളും വലകളും അടക്കം ഈ വേലിയേറ്റത്തെ തുടർന്ന് നശിച്ചിട്ടുണ്ട്. ഇപ്പോഴും വലിയ തിരമാല തന്നെയാണ് തീരത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നത്. തിരമാലയുടെ ശക്തിയെ തുടർന്ന് വലിയതുറയിലുണ്ടായിരുന്ന മാരിടൈം ബോർഡിന്റെ കെട്ടിടം വരെ തകർന്നു വീണിട്ടുണ്ട്. നാളെ രാത്രി വരെ 2.2 മീറ്റർ വരെ ഉയരത്തിൽ തിരമാല തീരത്തേക്ക് ആഞ്ഞടിക്കുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട്. കൂടാതെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. ഇതുവരെ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ നാളെ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. ന്യൂനമർദ്ദം രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഈ കടൽ പ്രക്ഷുബ്ധമാകാനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കൂടാതെ കേരള തീരത്തടക്കം ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. നിലവിൽ ഗ്രീൻ അലർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും ന്യൂനമർദ്ദം രൂപപ്പെട്ട് കഴിഞ്ഞാൽ സാഹചര്യം മാറും. വലിയൊരു മഴയ്ക്ക് സാധ്യത കേരള തീരത്ത് ഉണ്ടാവുകയും ചെയ്യും. മത്സ്യത്തൊഴിലാളികൾ ഇന്ന് കടലിൽ പോകരുത് എന്നാണ് മുന്നറിയിപ്പ്. മീന. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത്.